Xylem Learning, Amrita Miss ആണ്. മകളെ നമ്മുടെ എക്സാം ഇങ്ങ് എത്തി. ആനുവൽ എക്സാമിന്റെ പ്രിപ്പറേഷനിലായിരിക്കും എല്ലാവരും. അടിപൊളിയായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. എന്നാലും കുറച്ച് പേർക്കെങ്കിലും കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ടാവും. അതായത് പഠിക്കുന്ന സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അതായത് മര്യാദയ്ക്ക് പഠിക്കാൻ പറ്റുന്നില്ല, കോൺസെൻട്രേറ്റ് ചെയ്ത് ഇരുന്ന് പഠിക്കാൻ പറ്റുന്നില്ല, പഠിച്ച കാര്യങ്ങളൊക്കെ എളുപ്പത്തിൽ മറന്നു പോകുന്നു അല്ലെ. അതേപോലെ തന്നെ എക്സാമിന് ചോദ്യപേപ്പർ കിട്ടുമ്പോൾ ഈ പഠിച്ച കാര്യങ്ങളൊന്നും കൃത്യമായിട്ട് പേപ്പറിലേക്ക് എഴുതാൻ പറ്റുന്നില്ല അല്ലെ. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. കൃത്യമായിട്ട് എങ്ങനെ പഠിക്കാം, പഠിച്ച കാര്യങ്ങൾ എങ്ങനെ വൃത്തിയായിട്ട് ഓർത്ത് വെക്കാം എന്നുള്ളതൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു 5 ടിപ്സ് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് മിസ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പൊ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തോന്നുവാണെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്ക് ആർക്കെങ്കിലും ഇത് ഉപകാരപ്പെടും. ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് എയിമാണ്. അതായത് നിങ്ങൾ പഠിക്കുന്നതിന് നിങ്ങളിപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ നിങ്ങൾക്ക് മാത്സ് എക്സാമിന് പഠിക്കണം. നിങ്ങൾക്കറിയാം ഇന്ന 15-ാം തീയതി നിങ്ങളുടെ മാത്സ് എക്സാം ആണ് എന്ന് നിങ്ങൾക്കറിയാം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, അതിനു മുന്നേ എല്ലാ ചാപ്റ്റേഴ്സും കംപ്ലീറ്റ് ആയിട്ട് റിവൈസ് ചെയ്യണം. അപ്പൊ ഇന്നത്തെ ദിവസം വെള്ളിയാഴ്ച ഞാൻ ഇരുന്ന് ഫുൾ മാത്സ് പഠിക്കട്ടെ എന്ന് വിചാരിച്ചാൽ ഇന്നത്തെ ദിവസം കൊണ്ട് തീരുമോ? ഒരിക്കലും ഇല്ല. അത് വെറുതെയാണ്. നമ്മൾ എല്ലാ ചാപ്റ്ററും ഒന്ന് വായിച്ചു നോക്കുകയായിരിക്കും, പക്ഷേ എക്സാമിന് നമുക്ക് ഒരു തരത്തിൽ അത് ഉപകാരപ്പെടില്ല. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് കൃത്യമായിട്ടൊരു ഫോക്കസ് വെക്കുക. അത് കൃത്യമായിട്ട് ഒരു ലക്ഷ്യം, ഒരു ടാർഗറ്റ് അല്ലെങ്കിൽ ഒരു ഗോൾ സെറ്റ് ചെയ്യാം. അതായത് ഇന്നത്തെ ദിവസം ഞാൻ മാത്സിലെ 2 ചാപ്റ്റർ പഠിച്ചു തീർക്കും എന്ന് നിങ്ങൾ ഉറപ്പിക്കുക. ഇവിടെ നോക്കിയേ, ഇപ്പൊ ഇത് നിങ്ങളാണെന്ന് വിചാരിക്കുക. നിങ്ങൾ ഒറ്റയടിക്ക് മാത്സിലെ കംപ്ലീറ്റ് ചാപ്റ്റർ തീർത്ത് വിന്നർ ആവോ? ഒരിക്കലും ഇല്ല. അതിന് നിങ്ങൾ ഈ സ്റ്റെപ്പുകളിലൂടെ ഒക്കെ കടന്ന് പോയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, കൃത്യമായിട്ട് വിൻ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഓരോ ദിവസവും ഇതിപ്പോ ഇന്ന് 7-ാം തീയതി ആണെങ്കിൽ 8-ാം തീയതി, 9, 10, 11, 12, 13, 14 ഇങ്ങനെ ഓരോ ദിവസവും മാത്സിലെ ഏതൊക്കെ ചാപ്റ്ററുകൾ ഏതൊക്കെ പഠിക്കണം എന്ന് കൃത്യമായിട്ട് എഴുതി വെക്കുക. ഓക്കെ, അതായത് ഇന്നിപ്പോ ഇന്ന് 8-ാം തീയതി അല്ലെങ്കിൽ ഇന്ന് 7-ാം തീയതി, ഇന്നത്തെ ദിവസം ഞാൻ മാത്സിലെ ലാസ്റ്റ് 2 ചാപ്റ്റേഴ്സ് ഫുള്ളായിട്ട് റിവൈസ് ചെയ്യും. അത് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി, കൂടുതലായിട്ട് പഠിക്കേണ്ട. ആ 2 ചാപ്റ്റർ പഠിക്കുക. പിന്നെ പിറ്റേ ദിവസം അതായത് നാളെ ഈ 2 ചാപ്റ്റർ പഠിക്കുക. അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് എല്ലാ സബ്ജക്റ്റും പഠിക്കാൻ പറ്റും, എല്ലാം കൃത്യമായിട്ട് ഓർത്തിരിക്കാനും പറ്റും. രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് കീപ് ഓൾ യുവർ ഡിസ്ട്രാക്ഷൻസ് അവേ. ദിസ് ഈസ് ദ മെയിൻ വൺ. ഓക്കെ, ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കാര്യം എന്ന് പറയുന്നത്. നിങ്ങളുടെ ഡിസ്ട്രാക്ഷനിൽ പെടുന്ന കാര്യങ്ങളാണ് മൊബൈൽ ഫോൺ, ഒന്നാമത്തെ ആൾ, 2 TV, 3 നല്ല ഫുഡ് ഐറ്റംസ്, ഓക്കെ, 4 എന്ന് പറയുന്നത് എന്താ, ഉറക്കം. അപ്പൊ ഈ കാര്യങ്ങളെയാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഡിസ്ട്രാക്ട് ചെയ്യുക. അപ്പൊ എന്ത് ചെയ്യുക, ഒന്നാമത്തെ കാര്യം മൊബൈൽ. നിങ്ങളിപ്പം എവിടെയാണ് പഠിക്കാനിരിക്കുന്നതിന്റെ കുറച്ച് ദൂരെ അല്ലെങ്കിൽ ഒരു അലമാരയിലൊക്കെ വെച്ച് എന്ത് ചെയ്യുക, മൊബൈൽ ഫോൺ അങ്ങ് വെച്ച് പൂട്ടി വെക്കുക. അല്ലെങ്കിൽ പാരന്റ്സിനോട് എടുത്ത് മാറ്റാം. നിങ്ങളുടെ ഒരു കാഴ്ചയുള്ള ഭാഗത്തൊന്നും എന്ത് ചെയ്യരുത്, മൊബൈൽ ഫോൺ വെക്കരുത്. TV റൂമിൽ ഇരുന്ന് പഠിക്കരുത്. സെപ്പറേറ്റ് ആയിട്ട് TV ഒന്നും ഇല്ലാത്ത ഒരു റൂമിൽ അല്ലെങ്കിൽ ഒരു റൂമിന്റെ ഒരു കോർണറിലോ അവിടെ എവിടെയെങ്കിലും പോയിരുന്ന് പഠിക്കുക. അതേപോലെ തന്നെ ഉറക്കം, ബെഡ്റൂമിൽ ഇരുന്ന് പഠിക്കാതിരിക്കുക. കാരണം ബെഡ് നമ്മളെ മാടി വിളിക്കുന്ന പറയാ. പഠിച്ചുകൊണ്ടിരിക്കുക, അതിന് കുറച്ച് കിടന്നോണ്ട് പഠിക്കാന്ന് വിചാരിച്ച് നമ്മൾ എന്ത് ചെയ്യും, കിടക്കേ കയറി കിടന്നൊക്കെ പഠിക്കും. ചെയ്യരുത്. ഇതൊക്കെ നിങ്ങളുടെ ഡിസ്ട്രാക്ഷൻ. അപ്പൊ ഇതിന്നൊക്കെ ഒന്ന് മാറി നിന്നിട്ട് വേണം പഠിക്കാൻ. അപ്പൊ എവിടുന്ന് പഠിക്കണം? നിങ്ങളൊരു സ്റ്റഡി ഏരിയ സെറ്റ് ചെയ്ത് വെക്കുക. സ്റ്റഡി ഏരിയ സെറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഓക്കെ ഒരു പെർട്ടിക്കുലർ റൂം, ഫുൾ ലൈറ്റ്, AC, ഫാൻ ഒന്നും വേണ്ട. നിങ്ങൾക്ക് എവിടെയാണോ കംഫർട്ടബിളി ഇരുന്ന് പഠിക്കാൻ പറ്റുന്നത് അങ്ങനത്തെ ഒരു ഏരിയ നിങ്ങൾ കണ്ടുപിടിക്കുക. അത് ചിലപ്പോൾ ഒരു വീടിന്റെ ഒരു റൂമിന്റെ ഒരു കോർണർ ആയിരിക്കാം, അത് മതി. ആ കോർണറിൽ വൃത്തിയായിട്ട് ഇരുന്ന് പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പ്രോപ്പർ ലൈറ്റിംഗ് വേണം. ഓക്കെ, പിന്നെ കുടിക്കാൻ കുറച്ച് വെള്ളമൊക്കെ അടുത്ത് വെക്കുക. ഈ വെള്ളം കുടിക്കാനായിട്ട് അടുക്കളയിലേക്ക് ഒരു പോക്കൊക്കെ ഉണ്ട്. അതൊക്കെ ഡിസ്ട്രാക്ഷൻസിൽ പെടുന്ന കാര്യങ്ങളാണ്. പിന്നെ അടുക്കളയിൽ നിന്ന് എന്തെങ്കിലും ഒരു സ്മെല്ല് കിട്ടുമ്പോഴേക്ക് എണീറ്റ് പോകേണ്ട ആവശ്യമില്ല. അതിനാണ് നമ്മൾ ഗോൾ സെറ്റ് ചെയ്യണം, എയിം ഉണ്ടായിരിക്കണം എന്ന് പറയുന്നത്. ഈ ഒരു സാധനം കഴിഞ്ഞാലേ ഞാൻ ഇരുന്നോടത്ത് എണീക്കുള്ളൂ എന്നുള്ള ധാരണ നിങ്ങൾക്ക് വേണം. അപ്പൊ നല്ല നീറ്റ് ആയിട്ടുള്ള സ്റ്റഡി ഏരിയ വേണം. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടേക്ക് ബ്രേക്സ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പൊ നിങ്ങളായിരിക്കും മിസ്സേ ബ്രേക്ക് എടുക്കുന്നത് എന്തിനാ? മക്കളെ, നിങ്ങൾ ഒരു 30 മിനിറ്റ് പഠിച്ചാൽ ഒരു 5 മിനിറ്റ് ബ്രേക്ക് എടുക്കാം. ഓക്കെ, 30 മിനിറ്റ് പഠിക്കുക, 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുക. ഈ ബ്രേക്ക് എടുക്കുക എന്ന് പറഞ്ഞാൽ വേഗം പോയി റീല് കാണുകയല്ല. നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് എണീറ്റ് 2 നടക്കുക, കുറച്ച് വെള്ളമൊക്കെ കുടിക്കുക, ഒന്ന് സ്ട്രെച്ച് ചെയ്യുക, ഒരു പാട്ടൊക്കെ കേൾക്കാം, അങ്ങനത്തെ കാര്യങ്ങൾ, മുറ്റത്തൂടെയൊക്കെ ഒന്ന് നടക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ബ്രേക്കിൽ ചെയ്യേണ്ടത്. അമ്മയോടും അച്ഛനോടും ഒക്കെ സംസാരിക്കാം.
അല്ലാതെ ഫോൺ കളിക്കുക അല്ലെങ്കിൽ ഗെയിം കളിക്കുക അങ്ങനത്തെ പരിപാടിക്കൊന്നും പോകരുത്. ഇടയ്ക്ക് ബ്രേക്ക് എടുക്കണം, നിർബന്ധമാണ്. ഒരു സ്ട്രെച്ചിൽ നമ്മൾ പഠിക്കുമ്പോഴാണ് നമുക്ക് പെട്ടെന്ന് ഉറക്കം വരുന്നത്. അത് തടയാൻ വേണ്ടി ഒരു അരമണിക്കൂർ പഠിക്കുക, ഒരു 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുക, പിന്നെയും പഠിക്കുക, 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുക. ഇങ്ങനെയാവുമ്പോൾ പഠിച്ച കാര്യങ്ങൾ കൃത്യമായിട്ട് ഓർത്തിരിക്കാനും ഉറക്കം വരാതെ പഠിക്കാനും നിങ്ങൾക്ക് സാധിക്കും. ഇനി ഇതൊന്നും നടക്കുന്നില്ല മിസ്സേ, ഇതിലൊന്നും നടപടി ആവുന്നില്ല എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ ഹാവ് സം ഫൺ ഇൻ സ്റ്റഡീസ്. ഈ പഠിത്തത്തിനിടയ്ക്ക് കുറച്ച് എന്റർടൈൻമെന്റും കൂടെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക. അപ്പൊ നിങ്ങൾ ആയിരിക്കും എങ്ങനെയാ മിസ്സേ എന്റർടൈൻമെന്റ് കൊണ്ടുവരിക? ഈ സോഷ്യൽ പോലെയുള്ള സബ്ജക്റ്റുകളാണെങ്കിൽ പാട്ട് പോലെയൊക്കെ പാടി പഠിക്കാം, അല്ലെങ്കിൽ മാത്സ് പോലെയുള്ളതൊക്കെ ആണെങ്കിൽ കുറച്ച് ഡിഫിക്കൽട്ടായ ക്വസ്റ്റ്യൻ, അതായത് നിങ്ങൾക്ക് സാധിക്കില്ല, നിങ്ങൾക്ക് ഈ ചോദ്യം ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുന്ന ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ പഠിക്കുക എന്ന് വീട്ടിൽ പറയുന്ന നിങ്ങളുടെ പാരൻസിനെ മുന്നിൽ കൊണ്ടിരുത്തി അവരെ ആ ക്വസ്റ്റ്യൻ ചെയ്ത് പഠിപ്പിക്കുക. നിങ്ങളൊരു ടീച്ചറായിട്ടും അവരൊരു കുട്ടിയായിട്ടും കണ്ട് അവരെ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ക്വസ്റ്റ്യൻ പഠിപ്പിക്കുക. അതിൽ രണ്ടുണ്ട് കാര്യം. ഒന്ന്, അവർക്ക് മനസ്സിലാവും എൻ്റെ മോൻ അല്ലെങ്കിൽ മോള് കുറച്ച് കഷ്ടപ്പെട്ടാണ് പഠിക്കുന്നത്, കുറച്ച് ഡിഫിക്കൽട്ടായ ടോപ്പിക്സ് ആണ് പഠിക്കുന്നത്, അവ നല്ലോണം കഷ്ടപ്പെടുന്നുണ്ട് എന്ന് അവർക്ക് മനസ്സിലാവും. റെഡി? പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്കും എന്ത് ചെയ്യാൻ പറ്റും, പഠിച്ച കാര്യങ്ങൾ ഓർത്തിരിക്കാനും പറ്റും. അപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഓർത്തിരിക്കുക, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. അടിപൊളി മാർക്ക് തന്നെ എൻ്റെ മക്കൾക്ക് കിട്ടും. അപ്പൊ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. അടിപൊളിയായിട്ട് എക്സാം എഴുതുക. അപ്പൊ എന്ത് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, ആർക്കെങ്കിലും ഉപകാരപ്പെടും. ഓക്കെ, സോ താങ്ക് യു ഡിയേഴ്സ്, താങ്ക് യു സോ മച്ച്. ഹാവ് എ ഗ്രേറ്റ് ഡേ. Bye-bye.